നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മാളയിൽ ആവേശം അലതല്ലി. ബാൻഡുമേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ മാറ്റി. ആവേശം അണപൊട്ടി. മാളയിൽ കൊട്ടിക്കലാശത്തിന് കൊടിയിറങ്ങി. പതിവിലും വ്യത്യസ്തമായി 12:30 മാള ടൗണിൽ ഇടതു വലതു മുന്നണികളുടെ പ്രചരണ വാഹനങ്ങൾ ഇടം പിടിച്ചു. ഗതാഗത തടസ്സം നേരിട്ടതോടെ പോലീസ് ഇരുദിശകളിലേക്ക് വാഹനങ്ങൾ മാറ്റിയിടാൻ നേതാക്കളോട് നിർദ്ദേശിച്ചു. പിന്നീട് പ്രവർത്തകർ കൊടികളും വാദ്യഘോഷങ്ങളുമായി ടൗണിനെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കുകയായിരുന്നു. വൈകിയെത്തിയ BJP പ്രവർത്തകർക്ക് കുറച്ച് മാറിയാണ് സ്ഥലം ലഭിച്ചത്. BJPയുടെ കൊടിയും 2020യുടെ ബാനറും സ്ഥാനാർത്ഥിയുടെ പ്ലേക്കാർഡും ഏന്തിയായിരുന്നു NDAയുടെ കലാശക്കൊട്ട്. വയനാട് ഫണ്ട് തട്ടിപ്പുകാർക്ക് വോട്ടില്ല എന്ന ബാനർ LDF പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയപ്പോൾ മറുപടിയെന്നോണം നീല ടർപ്പായ ഉയർത്തി UDFും പ്രതീകാത്മകമായി തിരിച്ചടിച്ചു. അതിനിടെ സ്ഥാനാർത്ഥികളും അണികൾക്ക് ആവേശം പകർന്ന സ്ഥലത്തെത്തി. കൃത്യം 6 മണിക്ക് തന്നെ മാളയിലെ കൊട്ടിക്കലാശ പൂരത്തിന് കൊടിയിറങ്ങി. മീഡിയ ടൈം, മാള.